നമസ്കാരം, ഷെഫ് ലിജു ആണ്. എൻ്റെ ഒരു ജേണിയാണ്. എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ തുടക്കമാണ് ഈ വീഡിയോ. ഇതെൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ കാരണം 2009 ഞാൻ ഓസ്ട്രേലിയക്ക് പോകുമ്പോൾ ഇതുപോലൊരു എയർപോർട്ടിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. 2009 ഞാൻ 1 ഇയർ എക്സ്പീരിയൻസുമായിട്ട് ഓസ്ട്രേലിയക്ക് പഠിക്കാൻ പോകുന്നു. ഒന്നിനും കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഒരിക്കലും ഒന്നും ആവത്തില്ല എന്ന് കേട്ട് വളർന്ന ഒരു ചെറുപ്പകാലത്തിൽ നിന്നാണ് എൻ്റെ യാത്ര. അപ്പം ഈ വീഡിയോ ആർക്കൊക്കെ ഇൻസ്പയർ ആവുമെന്ന് എനിക്കറിയത്തില്ല, ആരൊക്കെ ഇത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആവുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളെ എപ്പോഴെങ്കിലും ആരെങ്കിലും ഒന്നിനും കൊള്ളാത്തവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. സിഡ്നിയിലാണ് ഞാൻ പഠിക്കാൻ പോയത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പോകുന്നത് സിഡ്നിയിലേക്കാണ്. 9:15 10:30 ഗേറ്റ് ഓപ്പൺ ആവും. ട്രിവാൻഡ്രത്തു നിന്നാണ് പോകുന്നത്. ട്രിവാൻഡ്രം ടു സിംഗപ്പൂർ ടു ഓസ്ട്രേലിയ. സിഡ്നിയിൽ ഞാൻ 2009 എനിക്ക് തോന്നുന്നു 2009 to 2013 വരെയൊക്കെ ഉണ്ടായിരുന്നു. 14 വരെയൊക്കെ ഉണ്ടായിരുന്നു, ഓൾമോസ്റ്റ് 14 വരെയൊക്കെ ഉണ്ടായിരുന്നു. ദെൻ 2017 ഞാൻ തിരിച്ചു വന്നിട്ടാണ് സെൻറ്റ് ജോർജ് ഗോമെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളൊരു 3-ാം തലമുറ ബേക്കറി ബിസിനസ് ഫാമിലിയുടെ 3-ാം തലമുറയാണ് ഞങ്ങൾ. എൻ്റെ ഗ്രാൻഡ് ഫാദറായിട്ട് തുടങ്ങിയ ബിസിനസ്സാണ്. ഇപ്പം ഞങ്ങളത് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. സെൻറ്റ് ജോർജ് ബേക്കറി അല്ലെങ്കിൽ സെൻറ്റ് ജോർജ് ടേസ്റ്റ് ബഡ്സ് എന്ന് നിങ്ങൾക്ക് കോഴഞ്ചേരിയിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഞങ്ങൾ കോഴഞ്ചേരി ബേസ്ഡാണ്, പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി എന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ വന്നിട്ടാണ് 2017 സ്റ്റാർട്ട് ചെയ്യുന്നത്, സെൻറ്റ് ജോർജ് ഗോമെ. അപ്പോൾ എനിവേ, ഇപ്പം നിങ്ങൾ നെറ്റിൽ കയറി നോക്കിയാൽ മതി നമ്മൾ എന്താ ചെയ്യുന്നത്. 2017 തൊട്ട് ഇപ്പോൾ വരയ്ക്കും നമ്മൾ എന്താണ്, സെൻറ്റ് ജോർജ് ഗോമെ എന്താണ്, ഷെഫ് ലിജു എന്താണെന്നൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു യൂട്യൂബ് ചാനലിനെ പറ്റി ഞാൻ കുറേ നാൾ ചിന്തിക്കുകയാണ്. എൻ്റെ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ പുതിയ തിരുവല്ലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെയൊക്കെ ജേണി ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം. ഒരു ജേണി നിങ്ങളും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ എഡിറ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഈ വീഡിയോ ആണ് ഫസ്റ്റ് വേണ്ടത്, കാരണം ഇവിടെ നിന്നാണ് എൻ്റെ തുടക്കം. 10:30 ഗേറ്റ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ആ യാത്ര നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം എയർപോർട്ട്. വേറെ അത് ഉറക്കം നോക്കിക്കോണേ. പറഞ്ഞില്ലേ ഈ ഡ്രൈവർ. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. എയർപോർട്ട് റിനോവേറ്റ് ചെയ്തില്ലേ? വേറെ എന്തൊക്കെ പരിപാടികൾ ചെയ്തുണ്ട്. ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ. അപ്പം ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് എടുക്കാനുള്ള സമയമായി. അടുത്തത് സിംഗപ്പൂരാണ്. സിംഗപ്പൂരിൽ നിന്നാണ് അടുത്ത ഫ്ലൈറ്റ്. സോ സിംഗപ്പൂർ 6 to 9 വിളിക്കുന്നത്. പോട്ടെ, അപ്പോൾ സിംഗപ്പൂരിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ സിംഗപ്പൂർ എത്തിയിരിക്കുകയാണ്. സിംഗപ്പൂർ ഒരു നൈസ്, ഒരു എന്താ പറയുന്നത്, നല്ല ഫീൽ തരുന്നൊരു എയർപോർട്ടാണ് സിംഗപ്പൂർ എയർപോർട്ട്. എപ്പോഴും നല്ല ഷോപ്സും നല്ല കഫേസും ഒക്കെ ഉള്ള നല്ല ഒരു എയർപോർട്ടാണ്. വൈബ് തരുന്നൊരു എയർപോർട്ടാണ് സിംഗപ്പൂർ എയർപോർട്ട്. ആൾ നടന്നു വരുന്നുണ്ട്. എപ്പോഴും എനിക്കൊന്ന് വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് എയർപോർട്ട് സിംഗപ്പൂർ എപ്പോഴും കാര്യത്തിൽ ഒന്നാമത് വരുന്നത്. അതൊക്കെ ടെക്നോളജീസിലാണല്ലോ, എല്ലാത്തിലും അവർ ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു എയർപോർട്ടാണ് സിംഗപ്പൂർ. 2009 ട്രാവൽ ചെയ്യുമ്പോൾ അപ്പോൾ അന്ന് സ്കൂട്ടൊന്നുമില്ല. അപ്പോൾ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് സിൽക്ക് എയറിലായിരിക്കും നമ്മൾ വന്ന് ഇറങ്ങുന്നത്. അടുത്ത ടെർമിനലിൽ നിന്നൊക്കെ ആയിരിക്കും. ടെർമിനൽ 3, ടെർമിനൽ 2. ഇപ്പോൾ ടെർമിനൽ 1 തന്നെയാണ്. നമുക്ക് നടന്നു പോകുന്ന വഴിയില്ലേ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ട്രാൻസ്ഫർ ഡി ഉണ്ടോ. അപ്പോൾ കുറച്ച് പർച്ചേസൊക്കെ ചെയ്ത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ പോവാം. ആദ്യമായിട്ട് സിംഗപ്പൂർ വരുന്ന സമയത്ത് നമ്മൾ ഇത്രയും വലിയൊരു എയർപോർട്ട് ഫസ്റ്റ് ഓഫ് ഓൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇത്ര ഹ്യൂജ് ഒരു എയർപോർട്ടാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ചിലപ്പം പണി കിട്ടും. ഫ്ലൈറ്റ് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കാണുള്ളൂ. അപ്പോൾ അടുത്ത ടെർമിനലിൽ ഓടി അടുത്ത ട്രെയിൻ പിടിച്ച് നമുക്ക് ഈ ഒരു ടെർമിനൽ അടുത്ത ടെർമിനലിലേക്ക് പോകാൻ ഈ എയർപോർട്ടിൽ ട്രെയിൻ ഉണ്ടാവും. അങ്ങനെ ഓടിപ്പിടിച്ച് ട്രെയിനിൽ കയറിയ ഒരു ഓർമ്മയൊക്കെ വരുന്നുണ്ട്. കാരണം ഇത് നമുക്കൊന്നും വലിയ ലോകം ചുറ്റിയ പരിചയമില്ല, ഇപ്പോഴും ഇല്ല. എന്നാലും ഫ്രീക്വൻസി ഓഫ് ട്രാവലിംഗ്
തുടങ്ങിയത് ആ വർഷങ്ങളിൽ 2009 സ്റ്റുഡൻ്റായിട്ട് ഓസ്ട്രേലിയ പഠിക്കാൻ പോകുമ്പോഴാണ്. അത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. വരിക, എവിടെയെങ്കിലും എന്താ പറയുക ടെർമിനൽസ് ഉണ്ടെങ്കിൽ ഓടി അടുത്ത ടെർമിനലിൽ പോവുക. കണക്ഷൻ മറ്റേ ഈ ട്രാം പോലെ ചെറിയ ട്രെയിനുണ്ട്, ആ ട്രെയിനിൽ കയറിയിട്ട് ട്രാവൽ ചെയ്യുക. ഇതൊക്കെയാണ് ഓർമ്മകൾ. പക്ഷേ ഇപ്പോൾ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഷോപ്സൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര അടിപൊളി ഷോപ്സൊക്കെയാണ്. എപ്പോഴും സിംഗപ്പൂർ വരുമ്പോൾ എപ്പോഴും വെട്ടിച്ചില ഷോപ്സുകളാണ്. എന്നിപ്പം കോസ്മെറ്റിക് ആണെങ്കിൽ പ്രാഡൊക്കെ ഉണ്ടോ, ഒരുമാതിരിപ്പെട്ട എല്ലാ കിടിലെ ഷോപ്പുകളുണ്ട്, നല്ല കിടിലെ കഫേസ് ഉണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒരു എയർപോർട്ട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു എക്സാമ്പിൾ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടാണ് ബാക്കി എല്ലാവരും അറൗണ്ട് ദ വേൾഡ് ചെയ്യുന്നത്. കാരണം സിംഗപ്പൂർ എയർപോർട്ട് എപ്പോഴും ആർക്കിടെക്ട് വൈസ് ആണെങ്കിലും അതിൻ്റെ ഭംഗി, വണ്ടി അടക്കം മതി. എന്താണ് ആ വണ്ടി? ലൂയി വച്ചാൻ, അർമാനി, ടിഫാനി ആൻഡ് കോ. സി ദിസ് ഈസ് ടെർമിനൽ 1. ഓ പൊഷേ, എൻ്റെ ഫേവററ്റ് കാറിലൊന്നാണ് പൊഷേ ടൈക്കാൻ. വണ്ടിയല്ലേ കൊണ്ടിട്ടിരിക്കുക. ഓ മില്ലിയനറാണ്. ഇതും കുറേ ഓർമ്മകൾ തരുന്നത്. കാരണം ഇവിടുന്ന് എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് ലോട്ടറി പോലെ നമുക്ക് അടിക്കുവാണെങ്കിൽ ഈ വണ്ടി എന്തെങ്കിലും കഴിക്കണം, വിശക്കും. ഇപ്പം സ്കൂട്ടറിലാണല്ലോ യാത്ര, അപ്പം ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നത് കുറവാണ്. നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും അടിപൊളിയായിട്ട് കഴിച്ചു. സിംഗപ്പൂർ എപ്പോഴും ഈ സ്കൂട്ട് വന്നേ പിന്നെ ഒരു പലരും സ്കൂട്ടിനെ പറ്റിയിട്ട് നല്ലതും മോശമൊക്കെ പറയാറുണ്ട്. പോകുന്നവരാണെന്നൊക്കെ പറയുന്നവരുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയട്ടെ, എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് സ്കൂട്ടർ. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. 10,000-16,000 രൂപയ്ക്ക് വൺ സൈഡൊക്കെ ചില സമയത്ത് കിട്ടും. ഇപ്പം ഞാൻ ബുക്ക് ചെയ്ത് 17,000 രൂപയ്ക്ക് കണ്ടോ വൺ സൈഡ്. ഫോർ മീ ഇറ്റ്സ് വർക്ക്സ്. സി, നമ്മളെപ്പോഴും യു ക്യാൻ സ്പെൻഡ് മണി ഇൻ എനി വേ, റൈറ്റ്? ഫോർ മീ ഐ ഡോണ്ട് വാണ്ട് ടു സ്പെൻഡ് ദാറ്റ് മച്ച് മണി ഫ്ലൈയിങ്. കുറച്ച് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഐ ഓൺലി ട്രാവൽ ഇൻ ബിസിനസ് ക്ലാസ്. അപ്പം അങ്ങനെ ആയിരിക്കാം, അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബട്ട് നൗ ഇറ്റ്സ് വർക്ക്സ് ഫോർ മീ. ഇപ്പോഴത്തെ എൻ്റെ ഒരു സമയത്ത് ഓക്കെ ഫുഡ് സ്റ്റോഴ്സ് ഒക്കെ കൂടെ ഉണ്ട്. Let's try it. Maybe next time when we come, we order this. I order the other thing. This is also Michelin. Gourmand എന്നാണോ പ്രൊണൗൺസ് ചെയ്യുന്നത്? Gourmand. Anyway, മിഷ്ലിൻ സജസ്റ്റ് ചെയ്യുന്ന ഫുഡ് സ്പോട്സ് സിംഗപ്പൂരിലുള്ളത്. Okay, anyway, looking nice. We'll try this next time. Next time we order this fish bowl noodle dry soup. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അത് ട്രൈ ചെയ്യാം. ഓക്കെ, കുറച്ച് സോയ എടുക്കുന്നുണ്ട്. ചോപ്സ്റ്റിക്സ് ട്രൈ. anyway, let's try the fish bowl. ഇത് കൊള്ളാം, രസമുണ്ട്, നല്ല സോഫ്റ്റാണ്. Oh, now I understand why they are Michelin സജസ്റ്റ് ചെയ്യുമ്പോണ്ടല്ലോ ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ഒരിക്കലും അവർ സജസ്റ്റ് ചെയ്യത്തില്ല മിഷ്ലിൻ. കണ്ടോ നോക്കിയേ, ഉള്ളില്ലേ നൂഡിൽസ്, ഫിഷ് ബോൾസ്. സിംഗപ്പൂർ പണ്ടിങ്ങനെ വന്ന് കഴിക്കാനുള്ള പൈസ ഇല്ലാഞ്ഞ സമയങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വന്ന് നോക്കിയിട്ട് പോകും. കാരണം സ്റ്റുഡൻ്റാണ്, വീട്ടിൽ നിന്ന് കിട്ടുന്ന പോക്കറ്റ് മണി മാത്രമേ ഉള്ളൂ. അന്ന് ഷെഫായിട്ടില്ല, ഫുഡിനോട് ഇത്രയും ക്രേസ് ഇല്ല, എന്തും കഴിക്കില്ല. ഇപ്പം അങ്ങനല്ല, ഇപ്പം എന്തും കഴിക്കും. ബിക്കോസ് ഐ വോണ്ട് ടു ട്രൈ, ഐ വോണ്ട് ടു എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് ഫുഡ്. ആൻഡ്
എനിക്കത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കും പലപ്പോഴും. ഫിഷ് ബോൾസ് നമ്മൾ മലയാളികൾക്ക് അത്ര അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് ഫിഷീനെസ് ഉണ്ട് ചെറുതായിട്ട്, പക്ഷേ ഓവറല്ല. പിന്നെ എന്തിനാണെന്നറിയോ, നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യണം. ഈ ചോപ്പ് സ്റ്റിക്കുമായിട്ട് കഴിക്കാൻ കംഫർട്ടബിളായിട്ടുള്ളവർ കാണും കേട്ടോ. അവർക്കൊക്കെ ചിലപ്പം ഞാൻ കാണിക്കുന്ന തെറ്റായിട്ടൊക്കെ തോന്നാം. അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാം നമുക്ക്. മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ആ ഫ്ലേവർ സോസെല്ലാം വരുമ്പോൾ അടിപൊളിയാണ്. സമയം 7 7:15 ഗേറ്റ് ഓപ്പൺ ആക്കും. ടെർമിനൽ 1 തന്നെയാണ് സ്കൂട്ട് എപ്പോഴും. സ്കൂട്ടിൻ്റെ ഫ്ലൈറ്റ്സ് എല്ലാം ഇപ്പം ഒരേ ടെർമിനലില്ല. പണ്ടാണെങ്കിൽ പട്ടി ഓടണമല്ലോ ഓടണമായിരുന്നു. അങ്ങനൊരു സമാനമുണ്ട്. ഓക്കെ, അപ്പം ഞാൻ കഴിക്കട്ടെ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും മിക്കവാറും എല്ലാം ഇത് തന്നെ ആയിരിക്കും. വിശന്ന് മൂത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് എന്തെങ്കിലും സാൻഡ്വിച്ചോ, സ്കൂട്ടർ അറിയാമല്ലോ, നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും മിക്കവാറും. പക്ഷെ ഞങ്ങൾ സിംഗപ്പൂരുമായി ട്രാവൽ ചെയ്യണം, ട്രൈ ചെയ്യണം കേട്ടോ. ഈ രണ്ടും ട്രൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അപ്പുറത്തേതും കണ്ടിട്ട് പശയാണ്. ആ ബ്രാൻഡ് എനിക്ക് കറക്റ്റ് പേര് ഓർക്കാത്തതുകൊണ്ട് കേട്ടോ പറയുന്നത്. വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ബ്രാൻഡ്. അവരും പശയാണെന്ന് തോന്നുന്നു, കാരണം അവരും മിഷലിൻ സജസ്റ്റഡ് ആണ്. ഓക്കെ, എനിവേ ഞാനൊന്ന് ഫിനിഷ് ചെയ്യട്ടെ, ബാക്കിയുള്ള കഥ പുറകെ. ദിസ് വൺ ഐ വിൽ കം ബാക്ക് ആൻഡ് ട്രൈ. സിംഗപ്പൂരിൽ നിന്ന് ഓസ്ട്രേലിയയിൽ തിരിച്ചു വരുമ്പോൾ I will come back. But this is the one I tried. The Hain Story Coffee and Toast. No, I tried the other one. Sorry. This one I tried. Lixin fish bowl and noodles. Brother, I want to say that's the best noodle I eat. Best noodle I had for a long time. Yeah, we want Beautiful. more ready. I'll come back. Okay. Thank you. I'm going to Melbourne. I'm going to Sydney, then I come back. I'll Malaysia. try. You're from Malaysia? Yeah. Beautiful, brother. Yeah. Oh. The Chuan Pinta. Okay. Put the Pinta to the local. Oh, okay. Beautiful. Thank you. Flavor was amazing. The noodles was fresh. Thank you, brother. ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളിക്ക് മിഷനിൽ എന്താണെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല. പക്ഷേ ഒരു രക്ഷയില്ല, അന്യായം. എനിക്കൊരു സാധനം നല്ലതാണെങ്കിലുണ്ടല്ലോ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനുള്ള ഒരു ഫീലാണ്. ഷെഫായിട്ട് പ്രത്യേകിച്ച്. ഇതാണ് ലക്കിൻ കോഫി. ലുക്കിനാണോ ലക്കിനാണോ? ഇവരൊരു ചൈനീസ് ബ്രാൻഡാണ്. ഭയങ്കര ഒരു ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഭയങ്കരമായിട്ടാണ് ഇവർ ഔട്ട്ലെറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പൊട്ടേന്നാണ് ലോഗോ, അറിയാവുന്നവർക്കറിയാം. ഭയങ്കര ഫാസ്റ്റായിട്ടാണ്. കോഫി ഓക്കെ ഓടണം. Try their signature lattes. Okay, signature lattes. And then latte. ഭയങ്കര പെട്ടെന്നാണ് കോഫി ഈ ഒരു ചെയിൻ വളർന്നത്. ചൈനീസ് ബ്രാൻഡാണ്. ഇവരുടെ സ്റ്റോറി നിങ്ങൾക്ക് മിനിറ്റ് കയറി നോക്കാൻ പറ്റും. Let's see how they're doing it. My coffee nicely packed. Gate is at D49. So we are going to D49. 49ലാണ് പോകേണ്ടത്. അപ്പോൾ ഗായ്സ്, നേരത്തെ പറഞ്ഞ പോലെ സിഡ്നിയിലേക്കുള്ള യാത്രയിലാണ്. ചെറിയൊരു ഫുഡടി കഴിഞ്ഞ്, കാരണം ഇനി ഫ്ലൈറ്റ് കയറിയാൽ 8 മണിക്കൂർ ഫ്ലൈറ്റാണ്. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള
സമയം കിട്ടത്തില്ല. ഇവിടെ ഫുഡിനും കോഫിക്കും ഡ്യൂട്ടി പെയ്ഡിനും ഒന്നും ഒരു കുറവില്ലാത്ത എയർപോർട്ടാണ് സിംഗപ്പൂർ എയർപോർട്ട്. ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ പുതിയ ടെർമിനലൊക്കെ പണിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. എൻ്റെ പൊന്നു, ഒരു ആ ഗാർഡനൊക്കെ നമ്മളേക്കും പ്ലാസ്റ്റിക്കാണ്, ഒറിജിനൽ സാധനം. ടോയ്ലറ്റൊക്കെ അടിപൊളിയായിരിക്കട്ടെ എപ്പോഴും. സിംഗപ്പൂർ എന്ന ടോയ്ലറ്റ്സ് മണം, ഒരു എയർ ഫ്രഷ്നൊരു മണമുണ്ട്. എത്തിയിരിക്കുകയാണ് ഗൈസ്, സിഡ്നി T12, TR12. കാപ്പി അവർ സമ്മതിക്കത്തില്ല, സോ കാപ്പി കുടിച്ചങ്ങ് പോകാമെന്ന് വെച്ചു. ഓക്കെ, വണ്ടി ഇതിലും വൃത്തിയായിട്ട ഓട്ടമാണ് ഓടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇച്ചിരി ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് നമ്മളെങ്ങനെയൊക്കെ ഓടി പിടിച്ചെത്തും, കഴിക്കാനുള്ള കഴിച്ചിട്ട്. ഈ ഒരു ഭാഗത്താണ് എൻ്റെ അടുത്ത ഓർമ്മകളുള്ളത്. ഇവിടെ വന്ന് തെണ്ടി നടന്നതും, ഇതുപോലെ ഒരു കാപ്പി പോലും വാങ്ങിച്ചു കുടിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം. അതായത് അന്നത്രയും നമുക്ക് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ, നമുക്കൊത്തിരി. പക്ഷേ ഇപ്പോൾ അങ്ങനല്ല. ഇപ്പോൾ ദൈവം നമുക്ക് കഴിക്കാനും കാപ്പി കുടിക്കാനും ഒക്കെ ഉള്ള സാമ്പത്തിക സ്ഥിതി തന്നിട്ടുണ്ട്. സോ ഈ എയർപോർട്ടുമായിട്ടും ഒരു കണക്ഷനുണ്ട്. പഠിച്ച സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ട്രാൻസിറ്റ് ചെയ്തിട്ടുള്ള എയർപോർട്ടാണ്. എൻ്റെ ഫ്ലൈറ്റ് സമയമായി. സോ സീ യു ഇൻ സിഡ്നി. ഓക്കെ, സിഡ്നിയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരു വർഷത്തിന് ശേഷം. പെർഫ്യൂംസ് ഈ രാജ്യത്ത് ഭയങ്കര ഈസിയാണ്, അഫോർഡബിളാണ്. അതൊരു കാര്യത്തിൽ ഞാൻ എപ്പോഴും ഓർക്കും. ഇവിടെ വരുമ്പോൾ എപ്പോഴും പെർഫ്യൂം വാങ്ങിച്ചുകൊണ്ട് പോകും. പിന്നെ അപ്പോൾ അവർ ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞു. കാരണം ഇമിഗ്രേഷൻ്റെ ലൈനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ക്യാമറ ഓഫ്കോഴ്സ് ഓണാക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ഒരു സ്റ്റേജസിൽ പേടിച്ച് വന്നൊരു എയർപോർട്ടാണ് സിഡ്നി. എപ്പോഴും പുറത്തിറങ്ങുന്നവർ എന്ത് സംഭവിക്കുന്നത്, കാരണം ഇവിടെ ഫയർ സെക്യൂരിറ്റിയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. എല്ലാ കാര്യങ്ങളും സിഡ്നിയോട് കണക്റ്റഡാണ്. സിഡ്നി വരുമ്പോൾ പല കാര്യങ്ങളും ഓർമ്മ വരും. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഈ ഒരു ലഗേജിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടേ ബാക്കി പറയാം. ഓക്കെ, അപ്പോൾ സിഡ്നി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് 8 വർഷത്തിന് ശേഷം. സിഡ്നി എയർപോർട്ടിൻ്റെ അടുത്ത പ്ലാൻ ചെറിയൊരു അക്കോമഡേഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഒരു ടാക്സി പോലെ റെൻ്റക്കാർ, ടാക്സിയില്ല റെൻ്റക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 2-3 ദിവസത്തേക്ക്. കാരണം നമുക്ക് സിഡ്നിയിൽ അത്യാവശ്യം ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുത്താണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയാൻ പാടില്ല. കാരണം ഇത് സിഡ്നി എന്ത് മാറ്റങ്ങളാണ് ഈ 8 വർഷത്തിൽ സംഭവിച്ചതെന്നൊക്കെ അറിയണമെങ്കിൽ സിഡ്നിയിൽ ഇറങ്ങി നടന്നാലേ അറിയുള്ളൂ. അപ്പോൾ ആ യാത്രയിൽ നാളെ BNAയുടെ ഗ്ലോബൽ കൺവെൻഷൻ നടക്കുകയാണ്. അതും കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്യണം. നാളെ മറ്റന്നാളുമാണ് 2 ദിവസം. അത് കഴിഞ്ഞാൽ മെൽബണിലേക്ക് ചലിക്കാം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഇതുപോലെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാം അല്ലേ. അപ്പം സിഡ്നിയിലാണ്. സിഡ്നിയുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പം ലെറ്റ്സ് എക്സ്പ്ലോർ സിഡ്നി. ഓക്കെ, ബൈ.